നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. ICC ചാമ്പ്യൻസ് ട്രോഫിയിലെ സൗത്ത് ആഫ്രിക്ക വേഴ്സസ് ഓസ്ട്രേലിയ മത്സരം ഉപേക്ഷിച്ചിരിക്കുന്നു. മഴ മൂലം കളി അബാൻഡൻ ചെയ്ത കാര്യം ICC ഒഫീഷ്യലായിട്ട് അറിയിച്ചു കഴിഞ്ഞു. നമ്മൾ ഇന്ന് പ്രിവ്യൂ ചെയ്ത വീഡിയോയുടെ ടൈറ്റിൽ നിങ്ങൾ ഒരുപക്ഷെ ഓർക്കുന്നുണ്ടാകും. മഴയ്ക്ക് സാധ്യതയുണ്ട്, റൺ മഴയ്ക്കും സാധ്യത എന്നാണ് നമ്മൾ പറഞ്ഞത്. മഴയ്ക്ക് സാധ്യതയുണ്ട്, കളി നടക്കുകയാണെങ്കിൽ റൺ മഴ പെയ്യും, ഇതാണ് നമ്മൾ അതിൽ പറയുന്നത്. അതുപോലെ മഴ പെയ്തു. മഴ പക്ഷേ ഡ്രിസിലായി തുടങ്ങി. പിന്നെ അതങ്ങനെ കനത്തു നിന്നതോടുകൂടി മത്സരം ഉപേക്ഷിക്കുകയല്ലാതെ മറ്റു മാർഗമില്ലാതെയായി. രണ്ട് ടീമിനും ഓരോ പോയിന്റ് വീതം വെച്ച് കൊടുത്തിരിക്കുകയാണ്. അതിൻ്റെ ഫലം എന്താ? ഗ്രൂപ്പ് ബിയിൽ ഇപ്പോൾ ഓസ്ട്രേലിയക്കും സൗത്ത് ആഫ്രിക്കയ്ക്കും 2 കളികൾ 3 പോയിന്റുകൾ എന്ന രൂപത്തിൽ എത്തിക്കഴിഞ്ഞു. ഇനി അവിടെ കാര്യങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആവുകയാണ്. ഇംഗ്ലണ്ടിനോ അഫ്ഗാനിസ്ഥാനോ മുന്നോട്ട് പോകണമെങ്കിൽ ഇനി അവരുടെ 2 കളികളും വിജയിച്ച് പറ്റൂ. ഇംഗ്ലണ്ടിന് അടുത്ത കളി അഫ്ഗാനിസ്ഥാനെതിരെയാണ് നടക്കാനുള്ളത്. അതിനുശേഷം ഇംഗ്ലണ്ട് സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ കളിക്കുകയും ചെയ്യും. ഈ 2 കളിയും വിജയിച്ചാൽ മാത്രമേ ഇനി ഇംഗ്ലണ്ടിന് എന്തെങ്കിലും സാധ്യതയുള്ളൂ. ബാക്കി എല്ലാ സാധ്യതകളും അവസാനിച്ചിരിക്കുകയാണ്. ഓസ്ട്രേലിയയുടെ കാര്യവും അങ്ങനെ തന്നെ, അഫ്ഗാനിസ്ഥാന്റെ കാര്യവും അങ്ങനെ തന്നെയാണ്. അവർക്ക് ഇനിയുള്ള 2 കളികൾ, ഒന്ന് നാളെ ഇംഗ്ലണ്ടിനെതിരെ, പിന്നെ അതിനുശേഷം ഓസ്ട്രേലിയക്കെതിരെ. ഇതാണ് അവരുടെ കളികൾ. ആ 2 കളികളും വിജയിച്ചെങ്കിലേ അവർക്കും എന്തെങ്കിലും സാധ്യതകളുള്ളൂ. ചുരുക്കത്തിൽ കാര്യങ്ങൾ അവിടെ കോംപ്ലിക്കേറ്റഡ് ആയിരിക്കുന്നു എന്നർത്ഥം. എന്തായാലും കാത്തിരിക്കാം ഇനിയുള്ള ചാമ്പ്യൻസ് ട്രോഫി മത്സരങ്ങൾക്ക് വേണ്ടി. ശ്രദ്ധിക്കേണ്ട കാര്യം, ഗ്രൂപ്പ് എയിൽ കാര്യങ്ങൾ തീരുമാനമായതാണ്. ഓൾറെഡി ഇന്ത്യയും ന്യൂസിലാൻഡും സെമി ഫൈനലിൽ എത്തിക്കഴിഞ്ഞു. ഗ്രൂപ്പ് ബി ഈ ഒരു അബാൻഡൻ ചെയ്ത മത്സരത്തോടു കൂടി കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവുന്നു. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.